എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും, കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഹലോ മുത്തുമണീസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്നൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ കണ്ടാലോ? ഒത്തിരി പേര് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ വ്ളോഗ് ഷോർട്സ് ഒക്കെ ഇടുമ്പോഴത്തേക്കും എന്താ ചേച്ചി ലോങ് വീഡിയോ ഇടാത്ത, ഷോർട്ട് വീഡിയോ മാത്രമേ ഇടത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവർക്കായിട്ട് ഒരു ചെറിയൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ് കേട്ടോ ഇതെല്ലാം. ഞാൻ എൻ്റെ ഹോം ടൂർ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടവർക്കൊക്കെ ഏതാണ്ട് എൻ്റെ വീടിൻ്റെ ഒരു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് തുണി വാഷിങ്ങിന് കുറച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയാണ് കേട്ടോ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഇത് മേളിലൊരു ചെറിയൊരു ലോണ്ടറി ആയിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ലോണ്ടറി മുമ്പേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലോണ്ടറിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലീനിങ്. കാരണം മേളിൽ നിന്ന് താഴോട്ട് പോയാലേ ക്ലീനിങ് നടക്കത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പകുതി പകുതി ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയില്ല. കാരണം മേളിൽ നിന്നേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട് ക്ലീനിങ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒരു വീട്ടിൽ ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങും എത്തത്തില്ല മക്കളെ. ഒരു ഡേ ഫുൾ പൂർത്തിയായി നിന്നാൽ പോലും തീരത്തില്ല. അത്രത്തോളം ഡീപ്പ് ക്ലീനിങ് വരും. എങ്കിൽ കൂടി ഞാൻ മാക്സിമം എൻ്റെ ടൈം ഫുള്ള് സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം ഡീപ്പ് ക്ലീനിങ് ആയിട്ട് ഇറങ്ങിയത് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം വീഡിയോ പിടിക്കണം. ഏട്ടനും കൂടെ ഹെൽപ്പിനുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഹെൽപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഡീപ്പ് ക്ലീനിങ് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും കേട്ടോ. ഏറെക്കുറെ നമ്മളൊരു ഹോം ടൂറിൻ്റെ ഡീപ്പ് ക്ലീനിങ് വരുമ്പോഴത്തേക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കാണുമ്പോൾ മനസ്സിന്. അയ്യോ, ഒരു ഡീപ്പ് ക്ലീനിങ് കാണുന്നത്, നമുക്കൊരു വീടിൻ്റെ ഡീപ്പ് ക്ലീനിങ് അത്രത്തോളം കാണുമ്പോൾ മനസ്സിന് ഒരു ഹാപ്പിനെസ് ആണ്. ഞാൻ അങ്ങനെയൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ലോങ് വീഡിയോ ഞാൻ ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് കൊണ്ടുവന്നാലോ എന്ന് ചിന്തിച്ചതാണ്. പിന്നെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, വീഡിയോ പിടിക്കുന്നതിന് കുറച്ച് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലീനിങ്ങും പ്ലസ് വീഡിയോ അത് കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഒരു 1 വീക്കിൽ 2 ഡേയെങ്കിലും കുറഞ്ഞത് ക്ലീനിങ് കാണും. അതായത് ഡീപ്പ് ക്ലീനിങ് കാണും. ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വീട് മോശമായിട്ടിരിക്കുന്നത് കാരണം പിള്ളേരൊക്കെ ഉള്ളതല്ലേ. അപ്പം ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ തന്നെ അത് ഓർഡറിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ വീട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ക്ലീനിങ് ആയിട്ട് കിടക്കും കേട്ടോ. നമ്മളൊരു മോർണിംഗിൽ എണീക്കുമ്പോൾ നമ്മുടെ വീട് ക്ലീൻ ആയിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവും. അത് വേറൊരു ഫീൽ തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏറെക്കുറെ ആൾക്കാരും ക്ലീനിങ് നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം എന്ന് മടി പിടിച്ച് കിടക്കുന്ന കുറച്ച് പേര് കണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. അല്ലാതെ ക്ലീനിങ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടല്ല. അവിടെ ഒരു നെഗറ്റീവ് വരല്ലെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം പറയണത്. എൻ്റെ പാർട്ണർ, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു കാര്യത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒപ്പം ഞാൻ വിളിച്ചില്ലെങ്കിലും വരും കേട്ടോ. വേറൊന്നുമല്ല, ഇപ്പോൾ കുക്കിംഗ് എന്തെങ്കിലും ഡാർക്ക് ആൾക്കാരൊക്കെ ഉള്ള കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഏട്ടൻ കൂടെ വന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഏട്ടനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ക്ലീനിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏട്ടന് ഇതുപോലെ ഡോറ് തുടച്ച് തരിക, അല്ലെങ്കിൽ ജനല ക്ലീൻ ആക്കി തരിക, ഫാൻ ക്ലീൻ ചെയ്ത് തരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ റൂം ഓൾമോസ്റ്റ് ബെഡ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ ഓൾറെഡി നമ്മുടെ ഹോം ടൂർ ചെയ്യുന്ന ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കട്ടില് ഇട്ടാത്ത കാര്യം എന്ന് വെച്ചാൽ മോനെ ഉദ്ദേശിച്ചാണ് കേട്ടോ. ബെഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ബെഡ് ഫുൾ മാറ്റിയാലേ നമുക്ക് ക്ലീനിങ് നടക്കുള്ളൂ. കാരണം ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു വീടല്ല. എങ്കിൽ കൂടി നമ്മൾ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു മുക്കും മൂലയും ഒരു പൊടിയോ അഴുക്കോ ഒന്നും വരാണ്ട് നല്ല ഫ്രഷ് സ്മെല്ലും ഫ്രഷ് ഒരു വൈബ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡീപ്പ് ക്ലീനിങ് നല്ലതെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് കേട്ടാ. ഞാൻ ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരറ്റത്തുനിന്ന് തുണിയും വാഷ് ചെയ്ത് ഒതുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ജോലി കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. അമ്മേ ദൈവമേ ഒരിടത്ത് ഇരിക്കാമല്ലോ എന്നുള്ള ആ ഒരു ഇത് കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കൂടെ തുണി കൂടെ വാഷ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഹോം ടൂർ കണ്ടവർക്ക് അറിയാലോ. നമ്മുടെ ഫ്രണ്ടിൽ ചെറിയൊരു ഗാർഡൻ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയ കുറച്ച് നാളായിട്ട് നെക്സ്റ്റ് മണ്ണ് നിറയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേ നമ്മൾ സമയപരിമിതി ഉള്ളതുകൊണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു 6:30 മണിയൊക്കെ ആയപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ വൈകുന്നേരം 10:30 മണി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അത് ഫിനിഷ് ആയത് ഓൾമോസ്റ്റ്. പിന്നെ വീഡിയോയുടെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 2 മണി വരെ നമ്മൾ ഈ അലച്ചലച്ച് നിൽക്കേണ്ടി വരും. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ വീഡിയോ എടുക്കണേക്കാളും നമുക്ക് പെട്ടെന്ന് അത് ഫിനിഷ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാനും ഏട്ടനും കൂടെ അത് അത്രയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഹോം ടൂർ അങ്ങനെയല്ലല്ലോ. നമുക്ക് സമയമുണ്ടല്ലോ എടുക്കാൻ. ഒരിടത്ത് ഒരു ട്രൈപോഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വീഡിയോസും വിഷ്വലും കാര്യങ്ങളും ഒക്കെ എടുക്കാന്നുള്ളതാ. അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഏട്ടനോ, ഏട്ടന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കോ അങ്ങോട്ട് നമുക്ക് കൈമാറി എടുക്കാവുന്നുള്ളൂ. പക്ഷേ
ഈ ചെടിയുടെ സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പോട്ടും കാര്യങ്ങളും നിറയ്ക്കാനുള്ളതുകൊണ്ട് ഫുൾ കയ്യിൽ ചെളിയായിരിക്കും. അപ്പം നമുക്ക് അത് എടുക്കാനും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ടാട്ടോ ആ വീഡിയോ എടുക്കാത്തത്. പിന്നെ ഹോം ടൂറ് കാര്യങ്ങളും ചെയ്ത സമയത്ത് അത്യാവശ്യം എനിക്ക് തുടക്ക വ്ളോഗുകാരായിട്ട് കൂടി നമുക്ക് അത്യാവശ്യം വ്യൂവേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അതുകൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഇനിയും ഞങ്ങൾ ഇടുന്ന വീഡിയോസിനൊക്കെ നമുക്ക് വ്യൂ കിട്ടുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ വീഡിയോസും നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ. അപ്പം ഞാൻ ഈ ക്ലീനിങ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കുറച്ചുകൂടെ ഇൻട്രാക്ട് ചെയ്ത് സംസാരിച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്നേരം എൻ്റെ കയ്യിൽ മൈക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിൽ മൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സൗണ്ട് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ ഹോം ടൂർ ചെയ്യുന്ന ടൈമിൽ എനിക്ക് മൈക്ക് ഉണ്ടായിരുന്നില്ല. ആ ടൈമിൽ എനിക്ക് അത്രയും വോയിസ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ വീട് റോഡ് സൈഡാണ്. നല്ല തിരക്കും നല്ല സൗണ്ടും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് ഹോം ടൂറിൽ ക്ലാരിറ്റി ആയിട്ട് എനിക്ക് വോയിസ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്ക് ഈ വീഡിയോയിലൊരു ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ റവന്യൂ വെച്ചിട്ട് ഞാൻ മൈക്കും ട്രൈപോഡും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വോയിസ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഫസ്റ്റ് നമ്മളെ ലോണ്ടറി ഏരിയ ക്ലീൻ ആക്കി, പിന്നെ റൂം നല്ലപോലെ ബെഡൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോഴേക്കും ഏട്ടൻ താഴത്തെ ഫ്ലോറിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഇൻറ്റീരിയർ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ഒരു അറ്റത്തുനിന്ന് ചൂടുവെള്ളവും വെച്ചിട്ട് നൈസ് ആയിട്ട് തുടച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ക്ലീൻ ആക്കി റൂമിലെ മാറ്റും കാര്യങ്ങളും കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലും റൂമിൻ്റെ ഫ്രണ്ടിലും എൻട്രൻസിൻ്റെ അവിടെയൊക്കെ ഓരോ മാറ്റ് വീതം ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിത് ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം അതെല്ലാം സെറ്റാക്കാൻ. പിന്നെ ബാത്റൂം ഞാൻ ക്ലീൻ ആക്കുന്നുണ്ട്, മാറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ജനാലയും കാര്യങ്ങളെല്ലാം ഏട്ടാ ഓൾറെഡി തുടച്ച് വെച്ചിരുന്നുണ്ട്. എനിക്ക് കുറച്ച് ടാസ്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ എനിക്ക് ഒരു റൂം ഇങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തറയുടെ അവിടെ ഉണ്ടല്ലോ എപ്പോഴും ഒരു ഗ്ലാസ് പോലെ കിടക്കുന്നതെന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ കിടക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ കാണാൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച മാറ്റിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മാറ്റാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതായത് പാറ്റേൺ കഴിഞ്ഞ തവണ ഒരു നമ്മുടെ പാറ്റേൺ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് വാങ്ങിച്ചത്. ഇത്തവണ ചുറ്റും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പാണ് ഇടുന്നത്. പിന്നെ ഇപ്പോൾ റൂമിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇപ്പം തന്നെ മണി ഏതാണ്ട് ഒരു 5, 5:30 ആയിട്ടുണ്ട്. രാവിലെ തുടങ്ങിയതാണ്. ഈ തുണി കൂടെ വാഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നില്ല. കാരണം ഞാൻ പകുതി വെച്ചിട്ട് വീണ്ടും തുണി എടുക്കാൻ പോകും, വീണ്ടും തുണി മടക്കും, വീണ്ടും തുണി വാഷിങ്ങിനിടും, വീണ്ടും താഴെ വരും. അങ്ങനെയുള്ള ടാസ്ക് ആയതുകൊണ്ട് പിന്നെ അതൊന്നും പറയണ്ട ഗൈസ്. സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്റ്റെയർ എന്ന് പറയുമ്പോൾ നല്ല ലോണ്ടറി തൊട്ട് തുടങ്ങിയ സ്റ്റെയർ ആട്ടാ. അവിടുന്ന് ഇങ്ങനെ കറങ്ങി താഴെ റൂമിൽ വന്നിട്ട് പിന്നെ അടുത്ത റൂമിൽ നിന്ന് വീണ്ടും താഴേക്കുള്ളത്. അപ്പോൾ ഏട്ടൻ ഓൾമോസ്റ്റ് ഒരറ്റത്തുനിന്ന് ഇങ്ങനെ തുടച്ച് എനിക്ക് ജോലി അത്രത്തോളം എളുപ്പമാക്കുന്നതെന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതെനിക്ക് കൊണ്ടുവന്നുകൊണ്ട് ഏറെക്കുറെ ഐ ആം ഹാപ്പി. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു പാർട്ട്ണറെ കിട്ടുന്നില്ലേ, അത് തന്നെയാണ് വലിയൊരു കാര്യം. നമുക്ക് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്ക് വന്ന ആ ഒരു ഒറ്റയ്ക്കായല്ലോ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നില്ല അവിടെ. എൻ്റെ കൂടെ ഇപ്പം എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും എൻ്റെ ഒപ്പം കൂടും കേട്ടോ. അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെ ഏട്ടൻ. ഇപ്പം വീട് വെച്ച് നമ്മൾ കയറിയിട്ട് തന്നെ 1 വർഷവും 2 മാസവും കഴിഞ്ഞിരിക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും വീട് അപ്പാടെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. കാരണം ക്ലീനിങ്ങും കൂടെ ചെയ്യണോണ്ടാണ് ഇങ്ങനെ മെയിൻ്റെനൻസ് ചെയ്ത് പോകാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ ക്ലീനിങ്ങിൽ ശ്രദ്ധ മാറ്റിയെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വീട് ഇരിക്കത്തില്ല. നമ്മൾ എത്രത്തോളം ഞാൻ പറഞ്ഞില്ലേ, എത്രത്തോളം ക്ലീനിങ് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ വീട് ആ എങ്ങനെയാണോ വൈബ് ആ വൈബ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അവർ 3 വയസ്സും 8 വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും അവർ വീട് അങ്ങനെ ചുമരിൽ അങ്ങനെ വരയ്ക്കുകയോ കുറിക്കുകയോ അങ്ങനെയൊന്നുമില്ല. മാക്സിമം ബുക്കിലെടുത്ത് വെച്ചിട്ടാണ് അവരുടെ വരയും കുറിയും. അല്ലെങ്കിൽ വീടിന് വെളിയിലൊരു ബാക്കിലൊരു മതിലിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. അവിടെ കളറടിക്കും. അവർ തന്നെ അത് മായ്ക്കും. വീണ്ടും അത് വരയ്ക്കും, കളറടിക്കും, മായ്ക്കും. അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് വീട് വെച്ച് ഞാൻ പറഞ്ഞില്ലേ ഇന്റീരിയറിൻ്റെ കാര്യങ്ങളും വീടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഹോം ടൂറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോം ടൂർ ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതുകൂടെ കാണണം എന്നുള്ളവർക്ക് കാണാമല്ലോ. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ അതുകൂടെ ഒന്ന് വാച്ച് ചെയ്യും. അപ്പം നമുക്ക്
ചില വീട് വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്കും അല്ലെങ്കിൽ വീട് വച്ച് വച്ച് കഴിഞ്ഞവർക്ക് എന്തെങ്കിലും പ്ലാനിങ് ഇനി ബാലൻസ് ഉണ്ടെങ്കിലോ ഒക്കെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഏതാണ്ട് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ വീട് വയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നവരെ എന്തെങ്കിലും കാര്യങ്ങൾ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കയറി വന്നിട്ട് നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഒരു വീടിനെ പറ്റി ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ചേച്ചി എങ്ങനെ വീട് വെച്ചപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്ലാനിങ് ഇട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഒരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞുതരാവുന്നതാണ്. താഴത്തെ ഫ്ലോറും തുടച്ച് ക്ലീനാക്കി, ബാക്ക് കിച്ചണും തുടച്ച് ക്ലീനാക്കി, നമുക്ക് ബാക്കിൽ ചെറിയൊരു ബാത്റൂം ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ആവശ്യം പുറത്ത് പോയിട്ട് വരുന്ന ടൈമിലോ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോഴോ പെട്ടെന്ന് മേളിൽ കയറി പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് കേട്ടോ ബാത്റൂം. അപ്പോൾ ആ ബാക്ക് ബാത്റൂമിൻ്റെ തറ ഫുള്ള് കുറച്ച് സീനായിട്ട് കിടപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ തുടക്കുകയും ഇടയ്ക്കൊക്കെ ചെയ്യുന്ന ടൈമിൽ കുറച്ച് ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കണമായിരുന്നു. പിന്നെ ഞാനൊന്ന് കൈയും കാലും ഒക്കെ കഴുകി. നമ്മൾ എല്ലാ ക്ലീനിങ് കഴിയുമ്പോഴത്തേക്കും അങ്ങനെയാണല്ലോ, പുറകിലോട്ട് പോയി ഒന്ന് കൈയും കാലൊക്കെ കഴുകി വീട്ടിനകത്ത് കയറില്ല. അപ്പോൾ പിന്നെ അവിടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതും കൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് വീടിൻ്റെ മേളിലേക്ക് പോകുക. ഞാൻ ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ ഓൾമോസ്റ്റ് ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണണ്ടേ. ക്ലീനിങ് കഴിയുന്നതിന് മുമ്പും കഴിഞ്ഞ ശേഷമുള്ള കാര്യങ്ങൾ എനിക്ക് ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിതിൽ മെൻഷൻ ചെയ്തില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത ശേഷം എങ്ങനെയാണ് വീട് ഓക്കെ ആയി കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മോൻ പിന്നെ മേളിലേക്ക് കയറാതിരിക്കുന്ന ഒരു കുഞ്ഞു മേശ എടുത്ത് ഞാൻ ചെയറിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീടിൻ്റെ ഹാളും റൂമും ഫൈനൽ ആ ഒരു ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 75% ക്ലീനിങ് ആയപ്പോൾ തന്നെ ഏട്ടൻ പിന്നെ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും നാളത്തേക്ക് മേടിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ നേരെ കടയിലേക്ക് പോയി. ഞാൻ പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ വീഡിയോ ഫുള്ളായിട്ട് ക്ലീനിങ്ങിന് ശേഷം നിങ്ങളെ കാണിക്കണമെന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലായിപ്പോയി. ഇതാണ് ഞങ്ങളുടെ സിറ്റ് ഔട്ട്. ഹോം ടൂർ കണ്ടവർക്കൊക്കെ അറിയാം നമ്മുടെ വീടും പരിസരം എല്ലാം. അപ്പം നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഏറെക്കുറെ കട്ടിംഗ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ട് ആവശ്യമുള്ള പോർഷൻ എടുത്തിട്ട് ഞാൻ സെയിം നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇട്ടിട്ട് ഞാൻ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആകെ കൂടി ഇനി പറയാൻ എനിക്ക് ലാസ്റ്റ് ഒരു 2 സ്റ്റെപ്പ് നനച്ച തുണിയുടെ കുറച്ച് ഭാഗം മടക്കാനുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം അതിനുള്ള ടൈം കൂടെ ഇല്ല. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 10:45 11 മണി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്തവർ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ഒപ്പം എൻ്റെ വീഡിയോസ് കാണാനും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ. എൻ്റെ വീഡിയോ കണ്ടവർ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും എൻ്റെ വീഡിയോ കാണാൻ മറക്കണ്ട. ബൈ ബൈ.